സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഇയാൾ ഉൾക്കരുത്താക്കി ജനാധിപത്യത്തെ ഹൃദയത്തോട് ചേർത്ത ആത്മീയ കേരളത്തിന്റെ രാഷ്ട്രീയ സൂര്യൻ കൊച്ചിയിലെ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ മറ്റൊരു ചരിത്രപരമായ മുഹൂർത്തത്തിനാണ് ഇന്നത്തെ പ്രഭാതം സാക്ഷ്യം വഹിക്കുന്നത്. ഡൽഹി മലയാളികളുടെ അത്താണിയായി അറിയപ്പെടുന്ന, വിശിഷ്യ വിദ്യാർത്ഥികളുടെ ഗാർഡിയനായി അറിയപ്പെടുന്ന, ഡൽഹി മലയാളികളുടെ എല്ലാമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ നിയമത്തിന്റെ നൂലാമാലകൾ കീറിപ്പൊളിച്ച് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ മാറ്റി തെളിയിച്ച് നിയമനിർമ്മാണ സഭയിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് ബീരാൻ സാഹിബിന്റെ പുതിയ കർമ്മഭൂമികയുടെ തുടക്കം ഇന്നിവിടെ കുറിക്കുകയാണ്. ഈ ദൗത്യം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, മലയാള മണ്ണിന്റെ സുവർണധാരമായി ഉയർന്ന മതനിരപേക്ഷ ഇന്ത്യയുടെ മുന്നണി പോരാളി KC വേണുഗോപാൽ. അതെ, നമ്മുടെ സ്വന്തം KC എന്ന ദ്വയാക്ഷരം ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ജനാധിപത്യ ധ്വംസകരെ ഉറപ്പിക്കുന്ന പേരാണ്. കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സധൈര്യം നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നയിക്കുന്ന KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിന്റെ പ്രവർത്തകരുടെ ചിരകാല അഭിലാഷമായ പുതിയ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ യാഥാർത്ഥ്യമാക്കിയതിന്റെ പിന്നിലും KC വേണുഗോപാൽ എന്ന പേരാണ്. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലിനെ വളരെ സ്നേഹപുരസരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷകരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സ്നേഹിതൻ PK ബഷീർ എംഎൽഎ, ഈ ഓഫീസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത സമാരാധനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയ വഹാബ് സാഹിബ്, പ്രിയപ്പെട്ട ഡൊമിനിക് പ്രസന്റേഷൻ, പ്രിയങ്കരായിട്ടുള്ള ഹാരിസ് ബീരാൻ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഹാരിസ് അഭിഭാഷകനായിട്ട് ദില്ലിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ചൂടുറപ്പിച്ചിട്ടുള്ള ഒരാളാണ്. നിയമരംഗത്ത് നിൽക്കുമ്പോൾ ആ നിൽക്കുന്നതായിട്ടുള്ള അഗാധമായിട്ടുള്ള പഠനശേഷി തെളിയിച്ചിട്ട് ആ മേഖലയിൽ നിൽക്കുന്ന ആളാണ് ഹാരിസ്. ഞങ്ങളുടെ സൗഹൃദം കുറേ നാളുകളായിട്ട് നിലനിൽക്കുക. അപ്പോഴാണ് അഭ്യന്തരായ തങ്ങൾ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അംഗമായി മുസ്ലിം ലീഗ് പാർട്ടിയുടെ നോമിനിയായി നിർദ്ദേശിച്ചത്. അദ്ദേഹം രാജ്യസഭ അംഗമെന്നതിൽ ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ എങ്കിലും വളരെ ശ്രദ്ധേയനായിട്ടുള്ളൊരു പാർലമെന്റേറിയനായി. കാരണം മുസ്ലിം ലീഗ് പാർട്ടിക്ക് വലിയ സമയമൊന്നും രാജ്യസഭയിൽ കിട്ടില്ല. കിട്ടുന്ന സമയത്ത് വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പാർലമെന്ററി മെമ്പറുടെ പ്രത്യേകത കാണാൻ കഴിയുക. അവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രദ്ധേയനായി മാറാൻ ഹാരിസിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ തങ്ങൾ പറഞ്ഞത് അടിവരയിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർത്തമാനകാല സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, പാർലമെന്റിനകത്ത് നടക്കുന്നത്, ദേശീയ തലത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കേരളത്തിലെ ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് ഒരു പാർലമെന്റ് അംഗമാവുക എന്ന് പറയുമ്പോൾ സാധാരണയുള്ള നിയമനിർമ്മാണങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമല്ല ഒരു പാർലമെന്റ് അംഗത്തിനുള്ളത്. ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പങ്കാളിയാവുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും ഒരു പാർലമെന്റ് മെമ്പർ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാടിന്റെ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ നിൽക്കുന്നൊരു കാലത്താണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം. ഇവിടെ പ്രചരണം എന്തായിരുന്നു? 400 സീറ്റ് വേണം, ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. 400 സീറ്റ് കിട്ടും, ഭരണഘടന ഭേദഗതി ചെയ്യും എന്നുള്ളതായിരുന്നു. BJPയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നും മായാതെ നിൽക്കുന്നുണ്ട്. അന്നവർ പറഞ്ഞു 400 സീറ്റിനപ്പുറം 400 പാർ അത് കിട്ടിയാൽ ഇന്ത്യയിലെ ഭരണഘടന ഭേദഗതി, ഇതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടം കൊണ്ട് 400 പോയി 236 സീറ്റിലേക്ക് അവർ വരേണ്ടി വന്നു. 400 സീറ്റുകളിലേക്ക് അവർ വരേണ്ടി വന്നു. അതുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തിന് അവർക്ക് തടസ്സമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഉണ്ടായി.
അവിടെയാണ് ഭരണഘടനയുടെ ചർച്ചകൾ വളരെ വിപുലമായി വന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഭരണഘടന വിട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസ്ഥയുണ്ടായി, ഭരണഘടനയെ കുറിച്ച് വാഴ്ത്തി പാടുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ മനസ്സിലിരിക്കുന്നതല്ലേ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന, എനിക്കറിയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് വലിയ ചർച്ചയാക്കി കണ്ടില്ല. എന്താണ് മോഹൻ ഭാഗവത് പറഞ്ഞത്? മോഹൻ ഭാഗവത് പറഞ്ഞത് 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളതാണ് മോഹൻ ഭാഗവത് ചെയ്തത്. അത്ഭുതമൊന്നും വേണ്ട. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു മണ്ണ് വരി കോരിയിട്ട് പങ്കുവഹിക്കാത്ത BJPക്കും RSSനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയേണ്ട കാര്യം ഉണ്ടാകില്ല. അവർ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ ഇവിടെ കള്ളത്തരമാണ് പുറത്തു വരുന്നത്. മനസ്സിനകത്തുള്ളത് എന്താണോ? ഭരണഘടനയെ ചോദ്യം ചെയ്തവര്, ഭരണഘടന മാറ്റണമെന്ന് പറഞ്ഞവര്, ജനങ്ങൾ അതിനെതിരായി ചിന്തിച്ചു വന്നപ്പോൾ അതിൽ നിന്ന് തടിതപ്പാനായി ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണെന്ന് നാടികൾക്ക് 40 വട്ടം ഇപ്പോൾ പറയുന്ന പ്രധാനമന്ത്രി പാർട്ടിയും അതിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പുറത്തു വരുത്തുന്നതാണ് മോഹൻ ഭാഗവതിന്റെ ഈ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഇതിനപ്പുറം വലിയ രാജ്യദ്രോഹ പ്രസ്താവന പറയുന്നുണ്ടോ? ഇതിനപ്പുറം വലിയ രാജ്യദ്രോഹ പ്രസ്താവന ഉണ്ട്. എത്ര 10,000-ങ്ങളാണ് ഈ രാജ്യത്ത് ബലിയർപ്പിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട്? എത്ര രക്തസാക്ഷികളുണ്ടായി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ നടത്തിയ പോരാട്ടത്തിന്റെ പിന്നിൽ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലും അബ്ദുൽ കലാം ആസാദും എത്രയെത്ര പ്രഗത്ഭരെ, അവരൊക്കെ കടന്നു, എത്ര നാൾ ജയിലിൽ കടന്നു, എത്ര പേരുടെ ജീവൻ രക്തസാക്ഷികളായി. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളിൽ അപമാനിക്കുന്നതല്ലേ, രക്തസാക്ഷികളെ അപമാനിക്കുന്നതല്ലേ ഈ പ്രസ്താവന? ഇതെന്തുകൊണ്ട് സമൂഹത്തിൽ ചർച്ചയാവുന്നില്ല? ഇതിനപ്പുറം വലിയൊരു രാജ്യദ്രോഹ പ്രസ്താവന ഈ നാട്ടിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അപ്പടി ഇല്ലാതാക്കി, തള്ളിക്കളഞ്ഞ്, അതിൽ മരിച്ചു വീണ രക്തസാക്ഷികളെ പോലും അപമാനിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല 47 എന്ന് പറയുന്ന RSS നേതാവ് നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. ഇൻഡോറിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അദ്ദേഹം പ്രണബ് മുഖർജിയെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. പ്രണബ് മുഖർജി പറഞ്ഞു, എന്ത് പറഞ്ഞു? റീകൺവേർഷൻ, അതായത് കൺവേർട്ട് ചെയ്ത ആളുകൾ തിരിച്ച് കൺവേർട്ട് ചെയ്ത് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പട്ടികവർഗ സമൂഹം ദേശദ്രോഹികളായി മാറിയേനെ. They will become anti-national. They would all become anti-national. എന്ന് പറഞ്ഞാൽ അതാർക്കെതിരായിട്ടാണ്? കത്തോലിക്കൽ ബിഷപ്പ് കോൺഫറൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കേണ്ട ഇതിനെതിരായിട്ട്. അതോട് പ്രധാനമന്ത്രി ചർച്ച ചെയ്യപ്പെട്ടോ? അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ കുറെ നാളെ പട്ടികവർഗ സമൂഹത്തിൽ നിന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തതിനെ കുറിച്ചാണ് ഭാഗവത് പറഞ്ഞത്. ആ കൺവേർഷൻ ചെയ്തവരെ റീകൺവേർട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ആ സമൂഹം മുഴുവൻ ദേശദ്രോഹികളായി മാറിയേനെ എന്നാണ് മോഹൻ ഭാഗവത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ രാജ്യം എന്ന ജനാധിപത്യവും മതേതരത്വവും എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങളിൽ നിൽക്കുന്ന രാജ്യമാണോ എന്ന ചോദ്യത്തിനാണ് പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് പാർലമെന്റ് പഴയ പാർലമെന്റ് അല്ല ഇപ്പോഴും. കേവലം നിയമനിർമ്മാണങ്ങളിൽ പങ്കാളിയാവുക അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ പറയുക എന്നത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളുടെ ഭരണഘടനയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുക എന്നുള്ള ജോലി കൂടിയുള്ള ഒരു അവസരമാണ് പാർലമെന്റ്. ഞാനിവിടെ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഒറ്റ പോയിന്റേ ഉള്ളൂ. തങ്ങൾ ഇവിടെ ഞാൻ തങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എറണാകുളത്തെ മുനമ്പം വിഷയത്തെ പരിഹരിക്കാൻ അദ്ദേഹം എടുത്ത മുൻകൈ ഉണ്ടല്ലോ, ആ മുൻകൈ, അതുകൊണ്ട് അദ്ദേഹം കേരള സമൂഹത്തിന് കൊടുത്തൊരു സന്ദേശം ഉണ്ടല്ലോ. ഇവിടെ എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നു, ചിലരൊക്കെ ഇപ്പൊ പറയാറുണ്ട്, ഞങ്ങൾ വയനാട്ടിലെ ഇലക്ഷനൊക്കെ ബഷീർ കണ്ടതല്ലേ, ഒരുപാട് ആളുകൾ, പുതിയ ആളുകൾ രംഗത്ത് വന്ന് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് കോൺഗ്രസ് മുസ്ലിം പാർട്ടിയാണ്. കോൺഗ്രസ് എല്ലാവരുടെയും പാർട്ടിയാണ്. കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും സമൂഹത്തിന്റെയും അങ്ങനെ നിൽക്കാനേ കോൺഗ്രസിന് കഴിയൂ. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയേ ഉള്ളൂ, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അഭിമാനത്തോടെ പറയാം. അതുകൊണ്ട് ഇക്കിളിപ്പെടുത്തുന്ന
വികാരങ്ങൾ ഉണ്ടാക്കി താൽക്കാലിക ലാഭത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി വന്ന് രണ്ട് സമൂഹങ്ങളെയും തല്ലിപ്പിക്കാൻ ശ്രമം കേരളത്തിൽ പോലും നടക്കുകയല്ലേ കുറെ നാളായിട്ട്. അവർക്ക് ഫണ്ട് ചെയ്യുന്നവരല്ലേ സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനും മനഃപൂർവ്വം ഫണ്ട് ചെയ്യുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ആ എരിക്കുന്ന തീയിലേക്ക് വെള്ളം ഒഴിച്ച് കെടുത്തിയ ആളാണ് തങ്ങൾ എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ ആ മഹത്തരമായ കുടുംബത്തിന്റെ പാരമ്പര്യം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ സമാധാനം വേണമെന്ന് പറഞ്ഞ് അഭിമതനായ തങ്ങളുടെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് വീണ്ടും ഒരു നിലപാടെത്തിക്കുന്നത്. ഇവിടെ തീവ്രവാദം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, തമ്മിലടിച്ച് താർക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, ഒന്നിച്ചു പോകാൻ. ഈ വർത്തമാന കാലഘട്ടത്തിൽ വിദ്വേഷത്തിന്റെ ചന്തകൾ ഒട്ടാകെ ഉണ്ടാകുമ്പോൾ ആ ചന്തകളിൽ സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു കടകൾ തുറന്ന് സ്നേഹം വളരാൻ, അതാണ് ഇന്നത്തെ കേരള സമൂഹം ആവശ്യപ്പെടുന്നത്, കേരളത്തിലെ നാട് ആവശ്യപ്പെടുന്നത്. അതിലേക്കാണ് ഓരോ പാർലമെന്റ് മെമ്പറേയും ദൗത്യം കൂടുതൽ ശക്തമാകാനിരിക്കുന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഈ ഇങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്ക് ആവശ്യം പറഞ്ഞവരുടെ യഥാർത്ഥ മുഖം ഐഡിയോളജിയിലൂടെ പുറത്തു വരുള്ളൂ. അവർക്ക് ഐഡിയോളജി ഉണ്ടല്ലോ, അവരുടെ ഐഡിയോളജി എന്താണ്, ആ ഐഡിയോളജിയെ പുറത്തു വരുള്ളൂ. അതാണ് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തു വരുന്നത്. അതാണ് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള സംസാരത്തിലൂടെ പുറത്തു വന്നത്, അതാണ് കൺവേർഷനെ കുറിച്ചുള്ള പ്രസ്താവന പുറത്തു വന്നത്. അപ്പൊ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നത് കണ്ടാൽ ആ സമൂഹങ്ങളെ തിരിച്ചറിയാൻ തയ്യാറാകണം എന്നുള്ള ഒരു വിനയപൂർവമായ അഭ്യർത്ഥന മാത്രമാണ് ഇവിടെ ഞാൻ വെക്കുന്നത്. ആരിസിന്റെ ഓഫീസ് വിലപ്പെട്ട് പോട്ടെ, ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ രാജ്യസഭാ മെമ്പർമാർക്ക് കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രാജ്യസഭ വളരെ ഞാൻ സത്യത്തിൽ പറഞ്ഞ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല പാർലമെന്റ്. വഹാബ് സാറിന്റെ ജോലി വരെ എളുപ്പത്തിലാക്കി കൊടുത്തത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനാണ്, കൂട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ്, കേരളത്തിൽ ഈ വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന ഒരു ഓഫീസായിട്ട് ഈ ഓഫീസ് മാറട്ടെ ആത്മാർത്ഥമായിട്ട്. അതിനുള്ള നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ വേദനകളും ആപലാദികളുമായി വരുന്ന നമ്മുടെ സമൂഹത്തിന് പുഞ്ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഓഫീസായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്.